പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ വിശ്വാസത്തിലെ ഏറ്റവും വിശുദ്ധമായ രഹസ്യത്തെ ആദരിക്കുന്നു, യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും. ഇതൊരടയാളം മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമാണ്. ദിവ്യകാരുണ്യം, ബലിയും ഭക്ഷണവും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യോഹന്നാൻ 6:51. അവസാന അത്താഴത്തിൽ ദിവ്യകാരുണ്യം സ്ഥാപിച്ചു. കാൽവരി ബലിയിൽ ആ ദിവ്യകാരുണ്യം പൂർത്തീകരിച്ചു. ഓരോ ബലിയിലും ആ ബലി വീണ്ടും സംജാതമാകുന്നു. ദിവ്യകാരുണ്യം ഒരേ സമയം ബലിയും, പിതാവിനർപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ യാഗം, ഭക്ഷണവും നിത്യജീവൻ്റെ ആഹാരവുമാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതിച്ഛായയാണ് മന്ന. മോശയിലൂടെ ദൈവം മരുഭൂമിയിൽ മന്ന പൊഴിച്ചു. മരുഭൂമിയിലെ യാത്രയ്ക്ക് ഉതകുന്ന ഒരു പാതയം മാത്രമായിരുന്നു മന്ന. എന്നാൽ യേശു പറയുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. യോഹന്നാൻ 6:58. ദിവ്യകാരുണ്യം മന്നയുടെ പൂർത്തീകരണമാണ്. മന്ന ഭൗതിക യാത്രയ്ക്ക് ഭക്ഷണമായിരുന്നെങ്കിൽ ദിവ്യകാരുണ്യം നിത്യജീവനിലേക്കുള്ള യാത്രയുടെ ആഹാരമാണ്. ദിവ്യകാരുണ്യം അടയാളമല്ല, അത് യഥാർത്ഥ സാന്നിധ്യമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? 1 കൊരിന്തോസ് 10:16. സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു, ദിവ്യകാരുണ്യത്തിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാരം ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. ബാഹ്യരൂപം അപ്പവും വീഞ്ഞുമായി തന്നെ തുടരുന്നു. ഇത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലും സഭയുടെ ആദിമ വിശ്വാസവുമാണ്. ദിവ്യകാരുണ്യം ക്രിസ്തുവുമായും പരസ്പരവുമായുള്ള ഐക്യത്തിനുള്ള കാരണം. ദിവ്യകാരുണ്യം നമ്മെ ക്രിസ്തുവുമായും പരസ്പരമായും ഐക്യപ്പെടുത്തുന്നു. അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. 1 കൊരിന്തോസ് 10:17. ഒരേ അപ്പം സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ഒരു ശരീരമായി, സഭയായി രൂപാന്തരപ്പെടുന്നു. ദിവ്യകാരുണ്യം വെറും വ്യക്തിഭക്തിയല്ല, മറിച്ച് സാമൂഹിക പരിവർത്തനം തന്നെയാണ്. ദിവ്യകാരുണ്യം ജീവിതത്തിൽ. നാം ദിവ്യകാരുണ്യത്തിൻ്റെ ജനമായി തീരുന്നത് എങ്ങനെയാണ്? ഒന്നാമതായി, കൃതജ്ഞത ഉള്ളവരായിരിക്കാം. ദിവ്യകാരുണ്യം എന്നാൽ കൃതജ്ഞത എന്നാണ് അർത്ഥം. ദൈവത്തിന് എപ്പോഴും നമുക്ക് നന്ദി അർപ്പിക്കാം. രണ്ടാമതായി, ത്യാഗശീലരായിരിക്കാം. ക്രിസ്തു തൻ്റെ ജീവൻ ത്യാഗം ചെയ്തതുപോലെ നമ്മുടെ ജീവിതം സ്നേഹത്തിൽ അർപ്പിക്കാം. മൂന്നാമതായി, ഐക്യത്തിൽ ജീവിക്കാം. വിഭജനം സുഖപ്പെടുത്തുക, എല്ലാവരോടും സ്നേഹം കാണിക്കുക. നാലാമതായി, വിശുദ്ധരായിരിക്കാം. ക്രിസ്തു നമ്മിൽ ജീവിക്കാൻ അനുവദിക്കുക, പാപത്തിൽ നിന്ന് അകലെ നിൽക്കുക. ദിവ്യകാരുണ്യം ശുദ്ധതയോടെ സ്വീകരിക്കുവാൻ, അത് സന്തോഷത്തോടെ ജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രഖ്യാപിക്കുവാൻ ഇന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഏറ്റവും വിശുദ്ധമായ കൂദാശേ, ഓ ദിവ്യമായ കൂദാശേ, എല്ലാ സ്തുതിയും കൃതജ്ഞതയും എപ്പോഴും എന്നേക്കും ഉണ്ടാകട്ടെ. ആമേൻ.